ഹലോ സാർ, പറഞ്ഞോളൂ സാർ. നാളെ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്ട് റിപ്പോർട്ട് എന്തായി? അത് എനിക്ക് സുഖമില്ല സാർ, അതുകൊണ്ട്. സുഖമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലയന്റ് നമുക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ കേൾക്കൂ. നാളെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട പ്രോജക്ട് റിപ്പോർട്ടാണ്. എനിക്ക് ഒട്ടും വയ്യ സാർ, എണീക്കാൻ പോലും വയ്യായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് എണീറ്റതേ ഉള്ളൂ, ഈ കോള് കണ്ടിട്ട് എണീറ്റത്. ഒട്ടും വയ്യായിരുന്നു, ഹോസ്പിറ്റലിൽ പോയിട്ട് ഉച്ച വന്ന് കിടന്നതാ. അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് നാളെ തന്നെ പ്രോജക്ട് റിപ്പോർട്ട് കിട്ടണം, ഇല്ലെങ്കിൽ നാളെ ഓഫീസിലോട്ട് വരണ്ട. കാര്യം എനിക്ക് എന്തോരം പ്രഷർ ഉണ്ടെന്ന് അറിയാവോ? എന്ത് ഇത് വന്നാലും ഇല്ലെങ്കിൽ താൻ്റെ ജോലി പോകുന്ന കേസാ. ഓ ശരി, നാളെ തന്നെ പ്രോജക്ട് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്റെ ടേബിളിൽ എത്തിക്കണം. ഓ ഞാൻ മാക്സിമം നോക്കാം. ശരി, ഓക്കെ. എന്റെ പൊന്നോ ഒന്നും പറയണ്ടടി. പിന്നെ ആ പ്രോജക്റ്റ് അന്ന് ചെയ്തോണ്ട് കൊടുത്ത ശരിയായില്ല, വേറെ ചെയ്യാൻ. എനിക്ക് വയ്യ, എനിക്ക് ഭ്രാന്ത്. അന്ന് ചെക്ക് ചെയ്തതല്ലേ, അന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പഴാണ് അയാൾക്ക് തോന്നിയത്. എന്ന് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു? നാളെ രാവിലെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. ഇതൊക്കെ എപ്പോഴാണോ എന്തോ, എനിക്ക് ഒന്നാമത് വയ്യ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അതെടുക്കുക മനുഷ്യൻ. ഹലോ അമ്മ, എനിക്ക് നല്ല കുറവില്ല, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എങ്ങനെയാ റെസ്റ്റ് എടുക്കുന്നേ? എപ്പോഴും വർക്കാ. ആദ്യം ഒരു പ്രോജക്റ്റ് തന്നു, അതിപ്പോ കംപ്ലീറ്റ് ആയി കൊടുത്തപ്പോ രണ്ടാമത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പം വിളിച്ചങ്ങോട്ട് വെച്ചതേ ഉള്ളൂ ബോസ്. ഞാൻ എന്ത് ചെയ്യാന്? എനിക്ക് വീട്ടിൽ വരാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, വിടണ്ടേ, ഇവിടുന്ന് ലീവ് കിട്ടത്തില്ല. നീ എന്നും ചോദിക്കാറുണ്ട്, മിക്ക ദിവസങ്ങളും ചോദിക്കും, പക്ഷെ തരുന്നില്ല ലീവ്. എപ്പോഴും വർക്കാ, ഉറക്കം പോലും ഇല്ല അമ്മ. എനിക്ക് പയ്യ അമ്മ ഇവിടെ ജോലി ചെയ്യാൻ. നമ്മളെ അവസ്ഥയൊക്കെ അറിയാലോ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജോലി കിട്ടിയത്. നമ്മുടെ അവസ്ഥയൊക്കെ നിനക്ക് അറിയാമല്ലോ. വീട്ടിലെ അവസ്ഥ, നീയും കൂടെ ജോലി കളഞ്ഞിട്ട് ഇങ്ങ് വന്നാ വീട്ടിലെ അവസ്ഥ എന്താവും? ഈ വയ്യാതിരിക്കുന്ന ഞാൻ എന്തോന്ന് ജോലിക്ക് പോവും? പിന്നെ ഞാൻ ഇവിടെ മാടുപണി എടുത്ത് ഇങ്ങനെ നടക്കുമ്മ. എത്ര നാളായി ഞാൻ വീട്ടിലോട്ട് വന്നിട്ട്. എന്റെ നാട്ടിലും വീടൊക്കെ കണ്ടിട്ട് എത്ര നാളായി. എനിക്കും ആഗ്രഹമൊന്നുമില്ലേ? എനിക്കറിയാം മക്കളെ, മക്കള് വരണ്ടെന്നല്ല പറഞ്ഞത്. ജോലി കളഞ്ഞിട്ട്, മോക്ക് ജോലി പറ്റൂലെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വന്നാ എന്ത് ചെയ്യും? മക്കള് ലീവ് ചോദിച്ചു നോക്ക്, 2 ദിവസം ലീവ് തരാൻ പറ. സംസാരിച്ചു നോക്ക്. മക്കളെ ജോലി എടുത്ത് കളഞ്ഞിട്ടൊന്നും വരല്ലേ മക്കളെ. ശരി അമ്മ, ഞാൻ വിളിക്കാം. മക്കളെ നല്ലതും കഴിച്ചാ? ഓ കഴിക്കാൻ പോകുന്നു. എന്ത് പറ്റി നിനക്ക്? സൗണ്ട് ഒന്നും വല്ലാതെയാണല്ലോ. ഇപ്പൊ നല്ല മൂഡല്ല അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. ഹലോ, ഞാൻ കേബിലോട്ട് പോയിട്ട് വരാം. ശരി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. നമ്മുടെ അനുജ റിസൈൻ ചെയ്തു. അപ്പോൾ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിൻ്റെ പകുതിയാക്കി വെച്ചേക്കാണ് പുള്ളിക്കാരി. അതും കൂടെ ആനി നോക്കണം. എന്താ ഡീറ്റെയിൽസ്? ഞാനോ സാർ? ആ എന്തേ? അല്ല, ഇപ്പൊ ഓൾറെഡി ഉള്ളത് തന്നെ പെൻഡിങ്. അപ്പൊ ഇത് എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാം ചെയ്യണം. സ്റ്റാഫ്, നമ്മൾ മാനേജ്മെന്റ് പറയുന്നത് ചെയ്യാനല്ലോ നമ്മൾ ജോലി ശമ്പളത്തിനോട് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇത് പകുതി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ബാക്കി ഫോൾഡേഴ്സ് എല്ലാം അനുജയുടെ സിസ്റ്റത്തിലുണ്ടാവും. ഓക്കെ, അത് വെച്ച് ബാക്കി ചെയ്ത് എനിക്ക് ഇതൊരാഴ്ചത്തെ സമയത്ത് അത് പക്ഷെ തന്നെ ഏൽപ്പിച്ച പ്രൊജക്ട് എനിക്ക് 2 ദിവസത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. എനിക്ക് പ്രഷർ, താൻ ആദ്യം തന്ന റിപ്പോർട്ട് തന്നെ ഭയങ്കര ഗംഭീരമായിരിക്കുന്ന മൊത്തം ഞാൻ കേട്ടു. ഇതിലങ്ങനെ സംഭവിക്കരുത്. ഓക്കെ, ഇതിനുള്ള ഒരാഴ്ച ടൈം എടുത്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനുജയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഒന്ന് വിളിക്കാം.
ഹലോ പറയണി. എങ്കിലും നീ റിസൈൻ ചെയ്ത ഒരു വാക്ക് എന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നല്ലോടി. അത് എനിക്ക് അവിടെ ഒട്ടും പറ്റുന്നില്ല. അവിടുത്തെ ബോസിന്റെ ഒരുമാതിരത്തെ സ്വഭാവവും നമ്മളത്തെ എന്തുവായി കാണിക്കുന്നത്. അത് തന്നെയായിരുന്നല്ലേ മെയിൻ കാരണം. പിന്നെ അല്ലാതെ നിനക്കിപ്പോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ചുള്ളത് കൊണ്ട് പിന്നെ അതൊരു പ്രശ്നമല്ലല്ലോ. എനിക്ക് അങ്ങനെയല്ല, എനിക്കും അവിടെ നിന്ന് മാറണമെന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ മാറും? ഒന്നിനും പറ്റത്തില്ല. സുഖമില്ലാത്ത അമ്മയും അച്ഛനാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ അനിയന്മാര് പഠിക്കുന്നു. എന്ത് ചെയ്യും? നിന്റെ പ്രോജക്റ്റ് വർക്കൊക്കെ എന്തായി? പ്രോജക്റ്റ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ സബ്മിറ്റ് ചെയ്തത് അയാൾക്ക് പിടിച്ചില്ല. രണ്ടാമത് വേറെ ഒന്ന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് തന്നിന്. അത് ഒക്കെ ചെയ്തിന് എപ്പോഴാണ് എന്തോ. എനിക്കാണെങ്കിൽ വയ്യ, ഭയങ്കര ക്ഷീണം. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് ടൈം കിട്ടുന്നില്ല റെസ്റ്റ് എടുക്കാൻ. ഞാനും വയ്യാതെ കിടന്നപ്പോ കറക്റ്റ് സമയത്ത് കൃത്യമായിട്ട് ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ട് അയാൾ എന്ത് വർത്തമാനാണ് എന്റെ അടുത്ത് പറഞ്ഞത്. മൊത്തത്തിൽ ഞാൻ വീട്ടിലും പറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരും പറഞ്ഞു ഇത്ര പ്രഷറോട് കൂടി അവിടെ നിൽക്കണ്ട, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അതാണ് ഞാൻ പെട്ടെന്ന് ആരെയും അറിയിക്കാതെ റിസൈൻ ചെയ്തത്. ഞാൻ വീട്ടിലെ അമ്മയെ വിളിച്ച് പറഞ്ഞായിരുന്നടി. പക്ഷെ അമ്മയും പറയുന്നത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനാണ്. അമ്മ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് പറയാൻ ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ലോൺ എടുത്തല്ലേ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ ഇത് അടയ്ക്കാൻ വേറെ വരുമാനം ഒന്നും ഇല്ലല്ലോ. എന്റെ ഒറ്റ വരുമാനത്തിലല്ല വീട്ടിൽ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ടിപ്പോ അമ്മയും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ആരടുത്ത് പറയാം? ആകെ നീയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. വിഷമിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. ഇനിയെങ്കിലും അയാള് നമ്മുടെ ഒരുപാട് വർക്കേഴ്സ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയില്ലേ, ഇനിയെങ്കിലും അവിടെ ഓക്കെ ആയി മുന്നോട്ട് പോവായിരിക്കും. എന്തോ എനിക്കതിന് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നീ ഓക്കെ ആയിരിക്കുക, അത് ടെൻഷനൊന്നും അടിക്കണ്ട. കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നോക്ക്. ഇപ്പോഴും അയാൾ പണ്ടത്തെ പോലെ രാത്രിയൊക്കെ വിളിച്ച് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ടോ? ഇപ്പോഴും അതേപോലെ തന്നെ. ഉറക്കമില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് കൂടെ കൂടെ അസുഖം വരണേ. പിന്നെ ആരോ പറഞ്ഞു നാട്ടിൽ പോയിട്ട് ഒരുപാട് നാളായില്ലേ? നാട്ടിലോട്ട് വരാൻ വേണ്ടി എന്നെ അമ്മയുടെ അന്ന് വിളിക്കുക. എങ്ങനെ ഞാൻ പോവും? 6 മാസമായി ഞാൻ നാട്ടിലോട്ട് പോയിട്ട് തന്നെ. ഇവിടുത്തെ ഈ വർക്ക് പ്രഷർ കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. എനിക്കറിയാൻ വയ്യടി അനുജെ എന്ത് ചെയ്യണമെന്ന്. ഗതിയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യും, അല്ലാതെ വേറെ എന്ത് ചെയ്യും? ഇനി അങ്ങനൊന്നും ചിന്തിക്കണ്ട, എല്ലാം ശരിയാവും. ഇനി എന്ന് ശരിയാവാൻ നടക്കുന്ന കാര്യമല്ല. ഇപ്പൊ അയാൾ ഇനി ഈ വർക്ക് കൂടെ കഴിഞ്ഞ് അടുത്ത വർക്ക് ഇപ്പൊ കൊണ്ടുവരും. എന്തായാലും നോക്ക്, ഇനി കുറച്ചു നാളും കൂടെ നോക്ക്, വീട്ടിലെ കളങ്ങളൊക്കെ മാറുന്നത് വരെ. പറ്റുന്നിടം വരെ പോണ വരെ പോട്ടെ. അബദ്ധമൊന്നും കാണിക്കല്ലേ ഇതിന്റെ പേരില്. ശരിയടി, എങ്കിൽ ഞാൻ വിളിക്കാം. പോലീസ് സ്ഥലത്തെ പീഡനം മൂലം നിരവധി പെൺകുട്ടികളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. എന്നാൽ ഞങ്ങൾക്ക് പെൺമക്കളോട് പറയാനുള്ളത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ്. ഇന്നത്തെ ആട്ടക്കലാശം ഇവിടെ അവസാനിക്കുന്നു.